സർ പി.വി. അൻവറിന്റെ കേസ് ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളും കാര്യങ്ങളും മാധ്യമങ്ങൾ ഏറെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാറ്റം ആണ് ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിനെ ചെന്ന് അറസ്റ്റിന് ശേഷം അദ്ദേഹത്തെ ചെന്ന് കാണാനും അദ്ദേഹത്തിന് പിന്തുണ നൽകാനും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടുണ്ട്, UDF നേതാക്കൾ തയ്യാറായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അടുത്ത് വന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പി.വി. അൻവർ രാഷ്ട്രീയത്തിനകത്ത് പുള്ളി ഒരു രാഷ്ട്രീയക്കാരനാണല്ലോ. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് അദ്ദേഹം MLA ആവുന്നതെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്നപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു സീറ്റുകൾക്ക് വേണ്ടി പരിഗണിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കാതെ വരുമ്പോൾ അദ്ദേഹം സ്വതന്ത്രമായിട്ട് നിന്നു. ആ സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കുറെ കൂടുതൽ വോട്ട് പിടിക്കാൻ സാധിക്കുന്നു. അപ്പം ഈ CPM കടന്നു കയറാൻ സാധിക്കാത്ത മേഖലയാണല്ലോ മലബാർ മേഖല. ആ മലബാർ മേഖലയിൽ ഇപ്പോഴത്തെ നമ്മുടെ ന്യൂനപക്ഷ മന്ത്രി ഉണ്ടല്ലോ, അതുപോലെ കോൺഗ്രസിനകത്തും അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സ്വതന്ത്രമായിട്ട് നിൽക്കുക, ആ സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അൻവറിനെ ഉപയോഗിച്ചത്. ആ അൻവറിനെ ഉപയോഗിച്ചു. അൻവറിനെ അത് കോൺഗ്രസിന്റെ വോട്ട് പിടിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന നിഷ്പക്ഷമായിട്ടുള്ള വോട്ട് പിടിക്കാനും സ്വതന്ത്ര ഇനത്തിൽ CPM പിന്തുണച്ചപ്പം അവിടെ അയാൾ ജയിക്കുന്ന ഒരവസ്ഥയുണ്ട്. 2ാമത്തെ പ്രാവശ്യവും അദ്ദേഹം ജയിക്കുന്ന ഒരവസ്ഥ. അതുവരെ കോൺഗ്രസിന്റെ കുത്തകയായിട്ടുള്ള ആര്യാടൻ മുഹമ്മദ് ഇല്ല, അദ്ദേഹത്തിന്റെ സീറ്റായിരുന്നു, അദ്ദേഹത്തിന് മകൻ നിന്നിട്ട് പോലും ജയിച്ചില്ല. അപ്പം അതിനകത്ത് അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ നമ്മൾ പരിശോധിക്കുന്നത് പുള്ളികൾക്ക് അജണ്ട ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അജണ്ട അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ CPM ഭാഗമായിട്ട് നിന്നിട്ട് പാസ്സാവുന്ന ഒരു അവസ്ഥ വന്നില്ല. പല ഘട്ടങ്ങളിലും CPM ആദ്യമേ അദ്ദേഹത്തിന്റെ പാർക്കിന്റെ വിഷയം അറിയാമല്ലോ, എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് ആൾക്കാർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അതിനകത്ത് തടയിടുന്ന ഒരവസ്ഥ വന്നു. ആദ്യമൊക്കെ അൻവറിന് അത് മനസ്സിലായില്ല. പിന്നെ അൻവറിന് മനസ്സിലായി ഇതിനകത്ത് നിന്നാൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് തരികിടകൾ കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പം പുള്ളി ആഫ്രിക്കയിൽ പോയി ബിസിനസ്സിനകത്ത്, അവിടെ പോയി ആ ബിസിനസ്സിനകത്ത് തിരിച്ചു വന്നു. എന്തോ പരാജയം പറ്റിയാണോ, പരാജയം പറ്റിയതാണെന്നൊക്കെ പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതൊക്കെ അനൗദ്യോഗികം. ഏതായാലും അദ്ദേഹം ഇപ്പൊ കളിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വർഗീയ രാഷ്ട്രീയമാണ്. കാരണം അദ്ദേഹം വന്നതിന് ശേഷം പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മകളെ അഴിമതിയെ പറ്റിയൊക്കെ പറഞ്ഞു. അത് പറഞ്ഞോട്ടെ, പ്രതിപക്ഷ ഭാഗമാകുമ്പോൾ പറയും അഴിമതി ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം. അതിന്റെ കൂടെ അദ്ദേഹം RSSനെ കലർത്തുന്നു, ADGP വലിച്ചഴിക്കുന്നു, RSSന്റെ ഭാഗമാണ് ഇദ്ദേഹം എന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് മാത്രമല്ല കേസുകൾ, സ്വർണ്ണ കള്ളക്കടത്ത്, ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. കേസുകളും സ്വർണ്ണ കള്ളക്കടത്തിനെ പറ്റി അൻവറിന് എന്തിന് സംസാരിക്കുന്നു? അൻവറിന്റെ ബിസിനസ് ആണോ സ്വർണ്ണ കള്ളക്കടത്ത്? എല്ലാ വിഷയത്തെ പറ്റിയും ആധികാരികമായി സംസാരിക്കാൻ സ്വയം കഴിവുണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്നു. അല്ല, അതുകൊണ്ട് മാത്രമല്ല, അയാൾക്ക് അതിനകത്ത് ആ വിഷയത്തിനകത്ത് ലോകത്ത് കള്ളക്കടത്ത് നടത്തുന്ന, സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നു, ഹവാല പണമിടപാട് നടത്തുന്നു, ഈ കേസ് കെട്ടുകൾ ആളിനെ പിടിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിന്ന് സംസാരിക്കാനും ആ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ മോശക്കാരാണെന്നും കൃത്യമായിട്ട് വരുത്തി തീർക്കണമെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നതും ഒരുപക്ഷെ പറയുന്ന നമ്മൾക്കൊക്കെ മനസ്സിലാവുന്നത് അവരുടെ ഭാഗമായിട്ട് നിൽക്കണമെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമല്ലോ. അപ്പം അതിനകത്തൊരു ആവേശം കാണിക്കുന്നു. അപ്പൊ ആവേശം കാണിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയുമല്ലോ. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ മലപ്പുറത്തു നിന്ന് കള്ളക്കടത്തുകാർ കൂടുന്നു, അല്ലെങ്കിൽ ഈ പണമിടപാടുകാർ കൂടുന്നു, എണ്ണം കൂടുന്നു. അപ്പം കേരളത്തിൽ മൊത്തമുള്ള കണക്കെടുക്കുമ്പോൾ ഈ ജില്ലയിൽ നിന്ന് ദേശത്തു നിന്ന് വരുന്ന സ്വർണം കൊണ്ടുവരുന്നതിന്റെ കണക്ക് കൂടുന്നു, അല്ലെങ്കിൽ ഈ ഹവാല ഇടപാടിന്റെ കണക്ക് കൂടുന്നു, അല്ലെങ്കിൽ ക്രിമിനൽസിന്റെ എണ്ണം കൂടുന്നു. അത് പറയുമ്പോൾ നമ്മൾ എന്തിനാ ആ ജില്ലയെ പോയിന്റ് ചെയ്ത് പറയുന്നു? ആ ജില്ലയിൽ ആള് കൂടിയിട്ടല്ലേ പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ ചില വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. മുഖ്യമന്ത്രി ന്യൂനപക്ഷത്തിനെതിരാവുന്നു. ഇന്നലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന എന്ത് വിഷയം? അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി വന്യ മൃഗങ്ങൾ ഉപദ്രവിക്കുന്നതിന് MLA ഇടപെടണം. ശരി തന്നെ. അതിനകത്ത് ഫോറസ്റ്റുകാരുടെ കുഴപ്പമുണ്ടെങ്കിൽ അതിനകത്ത് ആ കാര്യം പറഞ്ഞ് ഇടപെടണം. അതിനകത്ത് ഏറ്റവും വലിയ ട്രോള് വന്ന വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതാണ് കാട്ടിലേക്ക് മനുഷ്യർ ഇറങ്ങിപ്പോയതല്ല, മനുഷ്യർക്കിടയിലോട്ട് കാട് കയറി വന്നാണ്. അങ്ങനെയൊക്കെ ഒരു വിടുത്തം പറയുമ്പോഴത്തേക്ക് എന്തായാലും അത് ട്രോളിനുള്ളൊരു അല്ല, ഞാൻ പറയാം. അപ്പം അതിനകത്ത് MLA ഇടപെടണം, ജനകീയ വിഷയമായിട്ട് ഇടപെടണം. കാര്യം ശരിയാണ്. അതിനകത്ത് ഈ പറയുന്ന ഫോറസ്റ്റുകാർ കുഴപ്പമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, പ്രതിഷേധിക്കണം. പക്ഷേ ഇന്നലെ അദ്ദേഹം കാണിച്ചത് പറയണം, ഏറ്റെടുക്കും. അപ്പൊ അതിനകത്ത് പ്രതിഷേധിക്കണം. പുള്ളി ആ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ നമ്മുടെ രാജ്യത്തിന് സഭ്യമായ രീതിയിലല്ലേ പ്രതിഷേധിക്കുന്നത്. അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നു. ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ ആ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇരിക്കണ്ടേ? അടച്ചിട്ടിരിക്കുന്ന ഓഫീസ് അടിച്ചു തകർത്ത് അതിനകത്തെ ആയുധങ്ങളും തോക്കുകളും എടുത്ത് വെളിവെക്കുക എന്ന് പറഞ്ഞാൽ ഇത് മാവോയിസ്റ്റുകൾ കാണിച്ചിട്ടുള്ള പണിയല്ലേ.
അത് നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു രാജ്യത്തിന് മാതൃകയാക്കുമ്പോൾ ഇത് നാളെ കാലത്തെ സാധാരണക്കാരനായിട്ട് വിവരം ഇല്ലാത്ത ആൾക്കാർ ഇത് മാതൃകയാക്കത്തില്ലേ? MLA അതെ. അപ്പൊ അതിനകത്ത് തെറ്റുണ്ട്, അന്നേരം പോലീസ് കേസെടുക്കത്തില്ല. ജനാധിപത്യ സംവിധാനത്തെ നേതാവായിരിക്കുമ്പോൾ ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം സന്ദേശം മാതൃകാപരമല്ല. കാരണം നമ്മുടെ ഈ പറയുന്ന നമ്മുടെ തുടച്ചു ചെയ്തുകൊണ്ടിരിക്കുന്ന മാവോയിസ്റ്റുകളും അല്ലെങ്കിൽ അതേ സമരത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ഓഫീസ് തുറന്നിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഇടിച്ചു കയറിയിട്ടുണ്ടാവും, ചിലപ്പോൾ ചില നാശനഷ്ടം ഉണ്ടാവും. ഇത് അടച്ചിട്ടിരിക്കുന്ന ഓഫീസിൽ കയറി അത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ അവസ്ഥയിലേക്കാണ്. അത് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് എൻ്റെ പേര് അൻവർ എന്നാവുന്നതുകൊണ്ടാണ് അറസ്റ്റ്. അത് വല്ലാത്തൊരു മെസ്സേജാണ് കേരളത്തിൽ കൊടുക്കുന്നത്. എല്ലാരും പറയുന്ന മതേതര ജനാധിപത്യ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന മതേതര ജനാധിപത്യത്തിൽ ഊന്നി നിൽക്കുന്ന എല്ലാവരും അതാണെന്ന് പറയുന്നിടത്ത് അൻവർ അതിനകത്തൊരു മുസ്ലിം രാഷ്ട്രീയം അല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കുന്നത് RSSകാരെ പറയുന്നത് കൊണ്ടാണ്, അയാളെ പിണറായി വിജയൻ ഉപദ്രവിക്കുന്നത് മുസ്ലിം ആയതുകൊണ്ടാണ് ഈ ഒരു പൊളിറ്റിക്സിലേക്ക് പുള്ളി പോകുന്നത്. ഈ ഒരു പൊളിറ്റിക്സ് കേരളത്തിലും ഇന്ത്യയിലും ഏറ്റെടുക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. മനസ്സിലായില്ലേ? ഇപ്പം ആ പൊളിറ്റിക്സുമായിട്ട് നിന്ന് വിജയിച്ച ഒരാളുണ്ട്. ആരാ? സന്ദീപ് വാര്യർ BJPക്കകത്ത് നിന്ന് ഒരു സുപ്രഭാതത്തിൽ BJPക്കകത്ത് നിന്ന് വെളിയിൽ പോകുന്ന പ്രാപ്തമായിട്ടുള്ള ചില കുറ്റങ്ങൾ ചെയ്ത് അതിനകത്ത് നീക്കുക നടപടിയെടുക്കുന്ന അവസ്ഥ വന്നപ്പോൾ BJPയെ കുറ്റം പറഞ്ഞുകൊണ്ട് വെളിയിൽ വരുന്നു. ഒരു സുപ്രഭാതം കൊണ്ട് എല്ലാ അതുവരെ വിളിച്ച മുദ്രാവാക്യങ്ങളിലെല്ലാം മറുവിളിക്കുന്നു. ആദ്യമേ അദ്ദേഹം ഈ പറയുന്ന പാണക്കാട് പോകുന്നു. പാണക്കാട് പോയിട്ട് വരുന്ന മുസ്ലിം നേതാക്കന്മാരുമായിട്ട് മാത്രം പറയുന്ന ഓരോ ദിവസവും ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ പുള്ളിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. മനസ്സിലാവുന്നില്ല? ഹിന്ദു വിരുദ്ധത വരുന്നു, RSS വിരുദ്ധത വരുന്നു. അതെ, RSS വിരുദ്ധത. ഇപ്പൊ ഏറ്റവും അവസാനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ബുർജ് ഖനീഫ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ പോയി പുള്ളി ആരെ കൊണ്ടുവന്നേ? പുള്ളി ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ സഞ്ചരിച്ചുണ്ട്. ഇതുവരെ ഇദ്ദേഹത്തെ രാഷ്ട്രീയത്തെ നമ്മളൊന്നും കണ്ടില്ലല്ലോ. അവിടെ ചെന്ന് അറബിയുടെ വേഷം ധരിക്കുന്നു. അല്ല, ഇതിനകത്ത് ഇദ്ദേഹത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ ഇപ്പൊ കൊണ്ടു നടക്കാൻ ആളുണ്ട്. ഇദ്ദേഹത്തിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റ് കീഴിൽ വന്ന് 16 കണക്കിന് വിളിച്ചു പോകാൻ ആളുകളുണ്ട്. അതായത് അദ്ദേഹത്തെ പർച്ചേസ് ചെയ്ത് അദ്ദേഹം ആഗ്രഹിക്കുന്ന എല്ലാ തലത്തിലും കാര്യങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് പോലെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതുപോലെയാണ് ഇന്ന് പാണക്കാട് നിങ്ങളെ കാണാൻ പോയിരിക്കുന്നത്. ഇന്നലെ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനായ അൻവർ ഒരു ഓഫീസ് തല്ലി തകർത്ത് തിരിച്ചു വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു, KPC പ്രസിഡന്റ് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷം നിൽക്കുന്ന പല ആൾക്കാരും ഭരണപക്ഷത്തിനെതിരായതുകൊണ്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും സംസാരിക്കുന്നു. ഇദ്ദേഹം ഇവിടെ നിന്ന് വിട്ടുനിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്നൊരു ശ്രുതി ഉള്ളത് കൊണ്ടായിരിക്കാം കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അഞ്ജനെ, മനസ്സിലായില്ലേ? അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ നേരത്തെ നേതാക്കൾ കോൺഗ്രസ് വേണ്ടാന്ന് VD സതീശൻ പറഞ്ഞില്ലേ? അതിനുശേഷം മുസ്ലിം ലീഗ് പറഞ്ഞില്ലേ? മുസ്ലിം ലീഗ് എന്താ ചെന്നടക്കി അതുപോലെ തമിഴ്നാട്ടിൽ പോയിട്ട് DMK-കാർ പറഞ്ഞില്ലേ വേണ്ടാന്ന്? ഏറ്റവും ദിവസം മമതാ ബാനർജി പറഞ്ഞില്ലേ വേണ്ടാന്ന്? അപ്പൊ അതിനകത്തൊക്കെ ഇപ്പം ഒരു ലൈവിൽ നിന്ന് പോയ എല്ലാരും മറന്ന സമരങ്ങൾ ഏറ്റെടുക്കാൻ പുള്ളിയോട് ആളില്ല. ഈ സമരത്തിൽ അദ്ദേഹത്തിനോട് 25 പേരെ ഉള്ളായിരുന്നു. ഇല്ലാതെ വന്നപ്പോൾ പുള്ളി ഇപ്പൊ ഒരു കച്ചിത്തിരിമ്പ് പോലെ കിട്ടി. ഞാൻ പിണറായിക്കെതിരെ, ഞാൻ ഇനി UDF-ന്റെ കൂടെ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നില്ലേ? സ്വയം പ്രഖ്യാപിച്ച് ഇന്ന് തങ്ങളെ കാണാൻ പോയിട്ടുണ്ട്. തങ്ങളെ കണ്ടതുകൊണ്ട് നേട്ടം വന്നേക്കുന്ന ഒരു നേതാവിനെ മാതൃകയാക്കാൻ വേണ്ടിയായിരിക്കും ഇദ്ദേഹം അതായത് നമ്മൾ കാണുമ്പോൾ സന്ദീപ് വാര്യർക്ക് പിറകെ തങ്ങളെ കണ്ടാൽ തന്റെ ഭാവി സുരക്ഷിതമാകുമെന്ന് വിചാരിക്കുന്ന ഒരു നേതാവായിട്ട് ഈ PV അൻവർ മാറുന്നു. PV അൻവറിന്റെ മുദ്രാവാക്യവും സന്ദീപ് വാര്യരുടെ മുദ്രാവാക്യവും ആരോ വിളിപ്പിക്കുന്നത് പോലെ നമ്മൾക്ക് തോന്നുന്നു. അതിനൊരേ ശബ്ദമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അത് കേരളത്തിന് അകത്ത് ഇനിയും കൂടുതൽ ഉറക്ക വിളിക്കാൻ തയ്യാറായാൽ അത് നല്ലൊരു ശബ്ദമല്ല, അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശബ്ദമായിട്ടാണ് നമ്മൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.